ഓണക്കൂട്ട് ബൈ ഷെഫ് പിള്ളൈ വിത്ത് വനജ. എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അത് നമ്മൾ ഈ കടായി ചൂടാകാൻ വെച്ചിരിക്കുകയാണ്. ചൂടായി വരുമ്പോഴത്തേക്ക് ഞങ്ങളില്ലേ ഒന്നുകൂടെ പറഞ്ഞ എൻട്രോ ഒന്നുകൂടെ പറ. വെൽക്കം കൂട്ടുകാരെ, ഓണക്കൂട്ട് ബൈ ഷെഫ് പിള്ളൈ വിത്ത് വനജ, ശരണ്യ ആൻഡ് അനഘ. ഒരു ബ്യൂട്ടിഫുൾ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഞാൻ എന്റേതായിട്ടുള്ള സ്റ്റൈല്, അതല്ലെങ്കിൽ കോപ്പിയടി ആയി പോകത്തില്ല. അപ്പൊ നമ്മള് അടുപ്പില് തീ കത്തിച്ചു, കടായി വെച്ചിരിക്കുകയാണ്. ഇത് ചൂടായി വന്നിരിക്കുന്നു. വേവിച്ച കടല ഒഴിക്കുന്നു. വേവിച്ച കടലയല്ല, എങ്കിൽ അങ്ങനെ ആദ്യം തടുക്ക അടിച്ചിട്ട് ലാസ്റ്റ് ഒഴിക്കാം അല്ലേ? തടുക്കെന്ന് പറഞ്ഞ എന്തോ കടുക് വറുക്കുന്നതിന് പറയുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു, നല്ല നാടൻ വെളിച്ചെണ്ണ. ആദ്യം കടുക്, ചെമന്നുള്ളി, കറിവേപ്പില, വത്തൽമുളക് ഇട്ട് താളിച്ചയിലോട്ട് വേവിച്ച കടല ഇടുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മസാലയൊക്കെ ഞാൻ അരച്ച് കടലക്ക് വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ എന്റെ ഒരു മനസ്സ് കണ്ടോ? തടായി, ഇതിന്റെ പേരെന്തായിരുന്നു? തടുക്ക അല്ലെങ്കിൽ താളിപ്പ്, അല്ലെങ്കിൽ കടുക് വറുപ്പ്. കടുക് വറുപ്പെന്ന് നമ്മൾ പറയുന്നത്. കടുക് വറക്കുക. ഇതിലെ ഷെഫ് ഞാൻ കണ്ടിട്ടുള്ള എന്താന്ന് പറയാമോ? ഷെഫ് കടുക് എടുക്കും, ഒരു സൈഡിലിടും, എന്നിട്ട് വച്ചൽമുളക് എടുക്കും. ഇതൊക്കെ കണ്ടുപിടിച്ചല്ല. പിന്നല്ലാതെ ഇത് തന്നെ ഞാൻ ഇവിടെ ഉടായ്പ പരിപാടിയായിരുന്നു. ഇതെങ്കിലും രക്ഷപ്പെടുമിക്കാറും. ഇതിന് ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആണ്. അതായത് ഫസ്റ്റ് ടൈം നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. ഇതാകുമ്പം അതിന്റെ ആ ഒരു ഗ്രീൻ നിറം അതുപോലെ തന്നെ അപ്പൊ അതങ്ങനെ കണ്ടോ? ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഞാനെല്ലാം എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇത് മൊത്തം നമുക്ക് ഒരുമിച്ച് കൂട്ടി യോജിപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ പറഞ്ഞ ഫിറയുടെ നിധിക്കടല എടുത്ത് ഞാൻ ബോയിൽ ചെയ്ത് ആക്ച്വലി ഇതൊരു പ്രോട്ടീൻ റിച്ച് ആണെന്ന് ഞാൻ പറഞ്ഞു. പ്രോട്ടീൻ, ഫൈബർ എല്ലാം ഉണ്ട്. ഇത് ഫിറയുടെ കറുത്ത കടല. ഇന്ത്യയിൽ കാലാച്ചെന്നൈ എന്ന് പറയും. കാലാച്ചെന്നൈ. അതുകൊണ്ടാണ് എന്തിനാണ്, ഞാൻ മലയാളിയാണ്. ഫിറയുടെ കടല. ഇത് പകുതി കുക്ക് ചെയ്തിട്ടുള്ള ഫിറയുടെ കടല. നമുക്കിത് ഒഴിക്കണോ? വേണ്ട, ഞാൻ ഒഴിക്കാം. ഓ, ഇതൊക്കെ അറിയാല്ലേ? ഇപ്പൊ ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഒരു വിശ്വാസമൊക്കെ വന്നില്ല. ഇപ്പൊ ആവി വന്ന് ഫിറയുടെ പുട്ടുപൊടി റെഡിയാക്കി വെച്ചിരുന്നു. ഇതാണ് ഫിറയുടെ പുട്ടുപൊടി. ഞാൻ അതെടുത്ത് ഓൾറെഡി പുട്ടിന്റെ പൊടി ഓൾറെഡി നനച്ച് വെച്ചിട്ടുണ്ട്. ഹെൽപ്ഫുൾ ആണ്. ഫിറ കടല പകുതി വെന്തത് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഉണ്ടായിരുന്നു, അത് പകുതി തിളച്ച് ആകാറായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഷെഫ് തയ്യാറാക്കിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് അരപ്പ് എന്തൊക്കെയാ ഇതിലുള്ളത്? തേങ്ങ, മുളക് പൊടി. സാധാരണ നോർമൽ കടലക്കറി വെക്കുന്നത് എന്താണെന്ന് അറിയില്ലേ? അറിയില്ല. പറഞ്ഞുതരാം. പ്രത്യേക ഒരു ക്ലാസ് തരുന്നതായിരിക്കും. അങ്ങനെ അരപ്പുകളെല്ലാം ചേർത്തിട്ടുള്ളതാണ്. നിങ്ങളെന്താ ഒരു ശത്രുവിനെ പോലെ ഈ ഓണക്കാലത്ത് എന്നോട് പെരുമാറുന്നത്? നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ അതാ ഞങ്ങളുടെ പേടി. ഹോസ്റ്റലിൽ ഡെയിലി ചീത്ത ഫുഡ് വന്നിട്ട് ചേട്ടനെ അടുത്ത് കിട്ടിയപ്പോൾ ഒരു പ്രതീതി. ഇങ്ങനെ ഇളക്കാനെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു. അതാ വന്നട്ടെ. അയ്യോ, എന്റെ നല്ല കുട്ടി. പുട്ട് പുഴുങ്ങോ? പുട്ട് പുഴുങ്ങാൻ. അതപ്പോ നമ്മൾ ആദ്യമായിട്ട് ഫിറ ഫുഡ്സിന്റെ പുട്ടുണ്ടാക്കുകയാണ്. ഫസ്റ്റ് തേങ്ങാപ്പീര. പുട്ടിന് തേങ്ങാപ്പീര നേരത്തെ പറഞ്ഞല്ലോ. ഞങ്ങൾ ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ ഇതിനു മുമ്പ് പുട്ടുണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. ഇത് പാകത്തിന് നമ്മുടെ ഷെഫ് ഫിറയുടെ പുട്ടുപൊടി അനുയോജ്യമായ വെള്ളത്തില് ഉപ്പൊക്കെ ചേർത്തിട്ട് കുഴച്ച് വെച്ചിരിക്കുകയാണ്, നനച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ. തേങ്ങാപ്പീര ഇട്ടു. ഇനി ഫിറാപ്പൊടി. കുത്തിയെടുക്കുന്നതാണ് ടാസ്ക്. പ്ലേറ്റ് ഞാൻ അങ്ങോട്ട് വെക്കും. ഇത് കുത്താനായിട്ടുള്ള കമ്പി ഇവിടെ ഉണ്ട്. ഇത് ശരണ്യ കുത്തണ്ട. ഇത് കുത്തി കൃത്യമായിട്ട് ഉടയാണ്ട് ആ പുട്ട് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ വനജയുടെ കടലക്കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് ഫിറയുടെ കടല വേവിച്ചുള്ള വറുത്തരച്ച കടലക്കറിയാണ്. അതുപോലെ തന്നെ ഫിറയുടെ പുട്ടുപൊടി വെച്ചിട്ടുള്ള പുട്ടും റെഡി ആയിട്ട് നമുക്ക് നോക്കാം ഇതിന്റെ റിസൾട്ട് എന്താ. നല്ല മണം വരുന്നുണ്ട്. അതെങ്കിലും സത്യം പറ, നല്ല മണം വരുന്നുണ്ട്. നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ലുക്ക് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. നോക്കിക്കേ ഷെഫ്, ഇത് വെന്തിട്ടുണ്ട്. നമുക്കിത് ബാക്കി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആയിട്ടുണ്ട്. നമുക്ക് തീ അണച്ചിട്ടേ വന്നിട്ടുണ്ട്.
കൈ അടിച്ചു നിങ്ങളുടെ സക്സസ്